എൻ്റെ ഇന്ത്യ. ഇന്ത്യയുടെ ഭൂപടം 2 രൂപ കോയിനിലുണ്ടെന്ന് ആദ്യം പറഞ്ഞത് വാറുണ്ണിയാണ്. ഔട്ട്ലൈൻ നന്നായാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറുകണ്ണിട്ട് നോക്കി 5 മാർക്ക് തരപ്പെടുത്താം. എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. കളിക്കാനുള്ള ഓലപ്പന്തും മെടഞ്ഞുകൊണ്ടാണ് അപ്പുവിൻ്റെ വരവ്. അവൻ്റെ ബനിയനിൽ നിന്ന് പിടിവിടാതെ മണിക്കുട്ടി എന്ന ഉപഗ്രഹവും എത്തിയിട്ടുണ്ട്. അംഗൻവാടിയിൽ നിന്നും ഉപ്പുമാവിനൊപ്പം 20ൽ 19 മാർക്കും മായാതെ കൊണ്ടുവന്നിട്ടുണ്ട്. കക്ഷിക്ക് അതിലല്പം അഹങ്കാരവുമില്ലാതില്ല. ഞങ്ങൾ പലപ്പോഴും സംഭൂജ്യരായിരുന്നല്ലോ. വട്ടയിലയിൽ പൊതിഞ്ഞ ഉപ്പുമാവ് പങ്കിട്ട് തിന്നുമ്പോഴും ആ 20ലെ 19 അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തരം കിട്ടിയാൽ അതിലെ 9 മായ്ച്ച് അവളെ നിരഹങ്കാരിയാക്കാനുള്ള എൻ്റെ ശ്രമവും വിഫലമായി. മണിക്കുട്ടിയിലൂടെ ഇന്ത്യയെ കണ്ടെത്താനുള്ള മാർഗം ആദ്യം ബുദ്ധിയിൽ ഉദിച്ചത് അപ്പുവിനാണ്. അവളുടെ മാർക്ക് കാട്ടി ശാന്തചിറ്റയോട് 2 രൂപ വാങ്ങണം. തരുന്ന തുട്ടിൽ ഇന്ത്യ ഇല്ലെങ്കിൽ കുഞ്ഞുമാത്തച്ഛൻ്റെ കടയിൽ നിന്ന് മാറ്റി വാങ്ങണം. അതിന് അവിടുന്ന് കടം പറയാതെയും കക്കാതെയും സ്ഥിരം കല്ല് പെൻസിലും കടലമിഠായിയും വാങ്ങുന്ന മനോജ് പീക്കയെ കൂട്ടുപിടിക്കണം. പക്ഷേ വാറുണ്ണിയുടെ കണ്ടുപിടുത്തം അവനോടും പറയേണ്ടി വരും. ഘടികാരം മാത്രം തെറ്റിച്ച റാങ്ക് ഹോൾഡറെ മുമ്പിൽ നിർത്തി 2 രൂപ സംഘടിപ്പിച്ചു. കുഞ്ഞുമാത്തച്ഛൻ്റെ കടയിലും ഇന്ത്യയെ കണ്ടെത്താനായില്ല. മുത്തച്ഛൻ്റെ ചില്ലറ പെട്ടിയിലായി അടുത്ത ഉന്നം. വെള്ളപ്പേപ്പറിൽ പെൻസിലിൻ്റെ പിറകുവശം ഉരച്ച് പടം പകർത്താനാണെന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ അതങ്ങ് വിശ്വസിച്ചു. എന്തു കുന്ത്രണ്ടമെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് നാണയം വച്ച് നീട്ടി. ഇന്ത്യ മഹാരാജ്യം കീഴ്പ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിൽ മണിക്കുട്ടിയെ 3 വട്ടം പുരയ്ക്ക് ചുറ്റും പാളവലിച്ചു. ചോദ്യപേപ്പർ ആദ്യം കിട്ടിയത് വാറുണ്ണിക്കാണ്. അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും ചോദ്യപേപ്പറിലെ ഭൂപടത്തിൻ്റെ സാന്നിധ്യം ഞാൻ മണത്തറിഞ്ഞു. ബോക്സിൻ്റെ അടപ്പിൽ തിരികിയ ടൈം ടേബിൾ കാർഡിനടിയിൽ വിരൽ കൊണ്ട് തടഞ്ഞു നോക്കി. ഉണ്ട്, ഇന്ത്യ എൻ്റെ കയ്യിൽ സുരക്ഷിതം. വാസന്തി ടീച്ചർ ഹാളിന് പുറകിലായി ചുമരിൽ ചാരി നിൽക്കുന്നു. 15ാം ചോദ്യം കഴിഞ്ഞതും 2 രൂപ കോയിൻ മജീഷ്യന്മാരെ പോലും വെല്ലുന്ന കൈയടക്കത്തോടെ എൻ്റെ ഇടത്തെ കൈവെള്ളയിലേക്കെത്തി. പിന്നിൽ നേർത്ത കാൽപെരുമാറ്റം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. വാസന്തി ടീച്ചറുടെ സാരി തലപ്പിൻ്റെ നിഴൽ വലതുവശത്ത് കണ്ടു. കൈ വിറച്ചു. കയ്യിൽ നിന്ന് ഉരുണ്ട് തറയിലെത്തി അല്പം മാറി ലാൻഡ് ചെയ്തു മിസ്റ്റർ ഇന്ത്യ. ഈ പിള്ളേർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല, കണ്ടില്ലേ? ടീച്ചർ രൂപയുടെ മൂല്യം ഉയർത്തിക്കാട്ടി. രൂപയുടെ മൂല്യം ഉയർന്നുയർന്ന് 2000-ഉം 2 ലക്ഷവും കടന്നിട്ടും ആരും അവകാശികളായി എത്തിയില്ല. ടീച്ചർ ഇന്ത്യയെ കണ്ടെത്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ തെല്ല് ആശ്വാസത്തോടെ പതിയെ കൈ ഉയർത്തി. പതുങ്ങിയ സ്വരത്തിൽ വിറച്ച് വിയർത്ത് പറഞ്ഞു, എൻ്റെയാണ് ടീച്ചർ. ഇനി ഇത് ഹെഡ് മാസ്റ്ററുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊള്ളണം. എത്ര നേരമായി ചോദിക്കുന്നു. ഇതുണ്ടാക്കാൻ പേരൻസ് എത്ര കഷ്ടപ്പെടുന്നു എന്ന് കുട്ടികൾക്കറിയില്ല. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകേണ്ട എൻ്റെ അന്തരംഗം വിറയാർന്ന് വിഷണ്ണമായി. എൻ്റെ ഭൂപടം പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ അതിർത്തികൾ കടന്ന് വിസ്തൃതമായി. ചക്രവർത്തിമാരും യുദ്ധതന്ത്രങ്ങളും പരാജയപ്പെട്ടിടത്ത് ഞാൻ അശ്വമേധം നടത്തി. 16ാമത്തെ ചോദ്യം 8 അല്ല 16 നിലയിൽ പൊട്ടി. ഹെഡ് മാസ്റ്ററുടെ മേശപ്പുറത്ത് എന്നെയും കാത്ത് എൻ്റെ ഇന്ത്യ. ഉത്തരവാദിത്വമില്ലാത്തവൻ എന്ന പേര് കേൾക്കും മുമ്പേ, ഇന്ത്യയെ മറ്റാരും കണ്ടെത്തും മുമ്പേ ഞാനത് കീശയിലാക്കി. എല്ലാത്തിലും ജാഗ്രത വേണം മോനെ, വേണുമാഷ് തോളത്ത് തട്ടി പറഞ്ഞു. 20ൽ 19 വാങ്ങിയ അംഗൻവാടി അഹങ്കാരിയെ കണ്ടപ്പോൾ പതിവില്ലാതെ ആരാധന തോന്നി. മിടുക്കി കുട്ടി, അന്തസ്സുള്ളവൾ.
5 മാർക്കിന് വേണ്ടി ഈ കുതന്ത്രത്തിന് പോയ നേരത്ത്. ആ വാറുണ്ണിയെ ഇനി കയ്യിൽ കിട്ടട്ടെ, അവൻ്റെ ഒരു കണ്ടെത്തൽ.